എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ഇഡ്ഡലി അല്ലേ? അപ്പം നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ മിച്ചം വരാറുണ്ട്. അപ്പോൾ ആ മിച്ചം വരുന്ന മാവ് വെറുതെ കളയാതെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് എങ്ങനെ വന്നാലും 15 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാം ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇഡ്ഡലി തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വന്ന മാവാണിത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഇഡ്ഡലി മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവോളയാണ്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവോള തന്നെ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് സവോളയൊക്കെ അതിനകത്ത് കടിക്കാൻ കിട്ടുന്ന അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സവോള തന്നെ എടുത്തോളൂ. പിന്നെ വേണ്ടുന്നത് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പിലയും ഇതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കാനായിട്ട് നമ്മളിതിനകത്തേക്ക് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 7 ടേബിൾ സ്പൂണോളം റവ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. അതുപോലെ നമ്മൾ റവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പം ഈ 7 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് അത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായും പോകരുത്, ഒത്തിരി അങ്ങ് തിക്കായും പോകരുത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാമായി. കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസി. ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്പൂണിൽ ഇതുപോലെ ആ മാവിൽ നിന്ന് കുറച്ച് കോരി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കോരി ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല സ്പൂണിൽ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്പൂണിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ലോ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും. അതുപോലെ തീ കൂടി കിടന്നു കഴിഞ്ഞാൽ ഉൾഭാഗമൊന്നും വേകാതെയും വരും. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഈ സൂപ്പർ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, അകമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പം ഞാനിവിടെ പുളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നി വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതും ഈ സ്നാക്കും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മറക്കാതെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടും മെയിൽസായിട്ടും എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അപ്പോൾ നിങ്ങൾ അറിയുന്നവരും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ. താങ്ക്